ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജി ഇത്രയധികം പോപ്പുലർ ആവാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ഒന്നും തന്നെ കൈകടത്തലുകളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ മറ്റു ഉഡായിപ്പ് പരിപാടികളോ ഒന്നും തന്നെ ഇതിനകത്ത് സാധ്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭാവിയിൽ ഇത് വളരെ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഡെയിലി കാണുന്ന ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഇവയെല്ലാം കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? അല്ല. ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ പലതും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവരാണ് അത് കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന പല ക്രിപ്റ്റോ കറൻസികളും കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കുകൾ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ട്, ക്രിപ്റ്റോ കറൻസി ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, ക്രിപ്റ്റോ കറൻസിയുടെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യമാണ് ഹീലിയം എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹീലിയത്തിനെ പറ്റിയിട്ടാണ്. എന്താണ് ഹീലിയം എന്നും ആ ഒരു പ്രൊജക്റ്റ് എന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഏത് രീതിയിലൊക്കെ നമുക്ക് ഹീലിയം വഴി ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഹീലിയത്തിൻ്റെ നേറ്റീവ് ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള HNTയുടെ ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഹീലിയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുൻപേ തന്നെ ഹീലിയത്തിന് പുറകിലുള്ള അതിൻ്റെ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള, അതിൻ്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഒരു 3 ആളുകളുണ്ട്. അവരെ പറ്റി പറയാതെ നമുക്ക് ഹീലിയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. 2013 ഷോൺ ഫെന്നിങ്ങും സിയാൻ കാരിയും അമീർ ഹലീമും ചേർന്നിട്ടാണ് ഈ ഒരു ഹീലിയം എന്ന് പറയുന്ന പ്രൊജക്റ്റിന് രൂപം കൊടുക്കുന്നത്. ഇതിൽ ഷോൺ ഫെന്നിങ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പിയർ ടു പിയർ മ്യൂസിക് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നാപ്സ്റ്ററിൻ്റെ കോ ഫൗണ്ടറാണ്. അദ്ദേഹത്തിന് വേറെയും ഒരുപാട് സ്റ്റാർട്ടപ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹീലിയത്തിൻ്റെ അഡ്വൈസറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈ നാപ്സ്റ്റർ എന്ന് പറയുന്ന കമ്പനിയും ഹീലിയം എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. സിയാൻ കാരി എന്ന് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആർക്കിടെക്റ്റ് ആയിരുന്നു. 2015 അദ്ദേഹം ഹീലിയത്തിൽ നിന്ന് സ്ഥാനം ഒഴിയുന്നത് വരെ അതിൻ്റെ CTO ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ സിയാൻ കാരി എന്ന് പറയുന്നത്. മൂന്നാമനായിട്ടുള്ള അമീർ ഹലീം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഗെയിമറും ഒരു വീഡിയോ ഗെയിം ഡിസൈനറും ഒക്കെയാണ്. അപ്പോൾ ഹീലിയത്തിൻ്റെ പുറകിലുള്ള 3 ആളുകളും പല മേഖലകളിലായിട്ട് പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഹീലിയം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിലേക്ക് വരികയാണെങ്കിൽ 2005 അമീർ ഹലീമും ഷോൺ ഫ്ലെന്നിങ്ങും മീറ്റ് ചെയ്യുന്നത്. അവർ മീറ്റ് ചെയ്തതിന് ശേഷം അവർ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഹീലിയം എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയ അവർക്ക് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോൺ ഫെന്നിങ്ങിൻ്റെ നാപ്സ്റ്റർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ P2P മ്യൂസിക് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നാപ്സ്റ്റർ എന്ന് പറയുന്ന കമ്പനി കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണം പൂട്ടിപ്പോയ ഒന്നാണ്. ആ പൂട്ടിപ്പോയ കമ്പനി മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയമുണ്ട്. അതായത് ഒരു പിയർ ടു പിയർ മോഡൽ. ആ ഒരു പിയർ ടു പിയർ മോഡലിനെ വയർലെസ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ 2 പേരുടെയും പ്ലാൻ എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിരുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിനെ ആയിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒപ്പോണൻ്റ് കമ്പനീസ് എല്ലാം തന്നെ ഫൈനാൻഷ്യലി ആയാലും പൊളിറ്റിക്കലി ആയാലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള കമ്പനിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് മത്സരിച്ചുകൊണ്ട് ഒരു വിജയം നേടുക അല്ലെങ്കിൽ അവരോട് മത്സരിച്ചുകൊണ്ട് നിലനിന്ന് പോവുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അമീർ ഹലീമിനെയും ഷോൺ ഫെന്നിങ്ങിനെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. ആ ഒരു സമയത്താണ് വയർലെസ് ഡിവൈസുകൾ പ്രചാരത്തിൽ വന്നു തുടങ്ങിയത്. IoT എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ പോപ്പുലർ ആവാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, റിയൽ വേൾഡിലുള്ള ഡാറ്റാസിനെ സെൻസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഡിവൈസസിനെ എല്ലാം നമുക്ക് ഈ ഒരു പട്ടികയിൽ പെടുത്താനായിട്ട് പറ്റും. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്ന ആ ഒരു പട്ടികയിൽ പെടുത്താനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും നമ്മൾ ഡോഗ്സിൻ്റെ എല്ലാം കോളറിൽ ഘടിപ്പിക്കുന്ന ആ ചെറിയ ചിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഡിവൈസുകളാണ്. എന്നാൽ ഇവിടെയും അവർക്ക് ചെറിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതായത് ഈ IoT പ്രൊജക്റ്റുകൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ ലാഭവും ലഭിക്കില്ല. അമീർ ഹലീമിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമീർ ഹലീം ആ കാര്യത്തിൽ വളരെയധികം ബോധവാനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം അദ്ദേഹം കണ്ടെത്തുന്നത്. അതായത് IoTയിലുള്ള ലോ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളോ റെഗുലേഷൻസോ ഒന്നും തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
അന്നത്തെ കാലത്ത് അതില്ലാത്തത് കൊണ്ട് തന്നെ ഹീലിയം എന്ന് പറയുന്ന പ്രൊജക്റ്റ് US ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അവിടെ വന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് യൂസേഴ്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫയൽ കോയിൻ്റെ വൈറ്റ് പേപ്പർ അമീർ ഹലീം വായിക്കുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകളെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ശ്രമിക്കുന്നതും. അങ്ങനെ 2019 ജൂണിൽ ഹീലിയം അവരുടെ പിയർ ടു പിയർ IoT ഇൻഫ്രാസ്ട്രക്ചറിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഹീലിയം ഹോട്ട്സ്പോട്ടുകൾ കൊണ്ടുവന്നു. പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻനെറ്റ് ലോഞ്ച് നടക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ സഹായത്തോടെ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടും സാധിച്ചു തുടങ്ങി. അത്തരത്തിലുള്ളൊരു റിവാർഡായിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്, ഒരു ടോക്കണാണ് HNT എന്ന് പറയുന്ന ഹീലിയം എന്ന് പറയുന്ന ടോക്കൺ. സോ എന്താണ് ഹീലിയം എന്നും ഏത് രീതിയിലാണ് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഹീലിയത്തിലുള്ളത്. 1 ഹീലിയം ഹോട്ട്സ്പോട്ട്, 2 ഹീലിയം കൺസോൾ, 3 ഹീലിയം ബ്ലോക്ക് ചെയിൻ. ഹീലിയം ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നോർമലായിട്ടുള്ള വൈഫൈ റൗട്ടേഴ്സ് പോലുള്ള ഒരു ഡിവൈസാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീലിയം ഹോട്ട്സ്പോട്ടിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വൈഫൈ സിഗ്നൽസ് അല്ല, റേഡിയോ സിഗ്നൽസ് ഒക്കെ പോലെയുള്ള ഒരു ലോങ് ഫൈ സിഗ്നൽസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മുടെ വീട്ടിലെ വൈഫൈക്ക് നമുക്ക് എത്ര കവറേജ് കിട്ടും? ഏകദേശം ഒരു 50 മീറ്റർ ഒക്കെ റേഞ്ചിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, വൈഫൈ റൗട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഹീലിയം ഹോട്ട്സ്പോട്ടിലേക്ക് വരുമ്പോൾ 100 കണക്കിന് കിലോമീറ്ററുകളോളം നമുക്ക് ഇതിൻ്റെ ഒരു റേഞ്ച് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് ഈ ഹീലിയം ഹോട്ട്സ്പോട്ടുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ഹീലിയം ഹോട്ട്സ്പോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു റേഞ്ചിനകത്ത്, ആ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ റേഞ്ചിനകത്ത് ഈ ഒരു ഹീലിയം ഹോട്ട്സ്പോട്ടുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളിൽ നിന്നെല്ലാം തന്നെ ഡാറ്റാസ് എനിക്ക് റിസീവ് ചെയ്യാനും അവർക്ക് സെൻഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ഈ ഹീലിയം ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈ ഹോട്ട്സ്പോട്ടുകളെല്ലാം തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന ഡിവൈസുകളിൽ നിന്നെല്ലാം ഡാറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസും അവരുടേതായിട്ടുള്ള ഹീലിയം കോമ്പാറ്റബിൾ ഡിവൈസസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഡിവൈസസിൽ നിന്നുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാനും അത് നിയന്ത്രിക്കാനും വേണ്ടിയിട്ട് കഴിയുന്ന ഒന്നാണ് ഹീലിയം കൺസോളുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഈ ഹീലിയം കൺസോളുകൾക്ക് സാധിക്കും. ഈ ഹീലിയം ഹോട്ട്സ്പോട്ടിൽ നിന്നും ഫ്രീ ആയിട്ടൊന്നും നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ക്രിപ്റ്റോ കറൻസികൾ ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ ഹീലിയം ബ്ലോക്ക് ചെയിൻ കടന്നു വരുന്നത്. ഹണി ബാഡ്ജർ BFT പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു കോൺസെൻസസ് മെക്കാനിസം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹീലിയം ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഹണി ബാഡ്ജർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ കൺസിസ്റ്റന്റ് അല്ലാത്ത കണക്ഷനുള്ള നോഡുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, എല്ലാ ഹീലിയം ഹോട്ട്സ്പോട്ടുകളും എല്ലായ്പ്പോഴും ഓൺലൈൻ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഒരു ഹോട്ട്സ്പോട്ട് ഓഫ്ലൈൻ ആവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹണി ബാഡ്ജറിന് സാധിക്കുന്നുണ്ട്. ഈ ഹണി ബാഡ്ജർ BFTയെ കൂടാതെ ഒരു സെക്കൻഡറി കൺസെൻസസ് മെക്കാനിസം കൂടെ ഹീലിയം റൺ ചെയ്യുന്നുണ്ട്. അതാണ് പ്രൂഫ് ഓഫ് കവറേജ് എന്ന് പറയുന്നത്. ഈ പ്രൂഫ് ഓഫ് കവറേജ് ആണ് ഹീലിയത്തിന്റെ പ്രൈമറി ഇൻസെന്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പ്രൂഫ് ഓഫ് കവറേജിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഹോട്ട്സ്പോട്ട് ഡിവൈസുകൾ ലോങ് ഫൈ സിഗ്നൽസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടോ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കലാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മുടെ നാട്ടുകാരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ. എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഹീലിയം ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ഈ ലോങ് ഫൈ സിഗ്നൽസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഹോട്ട്സ്പോട്ടിൻ്റെ റേഞ്ച് പരിധിയിൽ വരുന്ന, ആ ഒരു റേഞ്ചിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ഹോട്ട്സ്പോട്ടിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. അവരാണ് ഞാൻ ഈ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, ലോങ് ഫൈ സിഗ്നൽസ് ഞാൻ എൻ്റെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരായിരിക്കും. ഈ ഒരു പ്രൂഫ് ഓഫ് കവറേജ് ചലഞ്ച് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും, അതായത് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ ഉടമസ്ഥനും അതിൻ്റേതായിട്ടുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഹീലിയം ബ്ലോക്ക് ചെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഹീലിയം എന്ന് നോക്കി, എങ്ങനെയാണ് ഹീലിയം ഉണ്ടായത് എന്ന് നോക്കി, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനി അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം.
മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 42ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് ഹീലിയം എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ 2904 രൂപയാണ് കറണ്ട് പ്രൈസ് വരുന്നത്. ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 4102 രൂപയാണ് അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് വരുന്നത്. അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് HNT USDT പെയറിലുള്ള ബൈനാൻസിലെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ആൻഡ് ഹയർ ലോ. അടുത്തതായിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ തവണ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈ പിന്നീട് പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു ഹയർ ലോയുടെ സമയത്ത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് തൊട്ട് മുൻപുണ്ടായിരുന്ന ആ ഒരു ഹയർ ഹൈ പിന്നീട് വരുന്ന ആ ഒരു ഹയർ ലോയുടെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ ഒരു കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഹയർ ഹൈ പിന്നീട് ഈ ഒരു ഹയർ ലോയുടെ സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ല, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതായത് ഒരു 24 to 26 എന്ന് പറയുന്ന ആ ഒരു ഏരിയ, $24 മുതൽ $26 വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, ഇവിടെ നിന്നൊരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അവിടെ നിന്ന് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും പ്രൈസിന് മുകളിലേക്കുള്ളൊരു മൂവ് അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനേക്കാളും ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് തിരിച്ചു വരാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ വോളിയം വളരെ കുറവാണ്. ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, ഈ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് കാര്യമായിട്ടുള്ള വോളിയം ഒന്നും ഇവിടെ കയറി വരുന്ന നമുക്ക് കാണാനില്ല. ഒരു ആവറേജിന് താഴെ വോളിയം മാത്രമേ ഇവിടെ കയറി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് തിരിച്ച് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെ വളരെ അധികമാണ്. സോ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു റിജക്ഷനോട് സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും നമ്മുടെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാത്രം ഒരു എൻട്രി ഈ ഒരു കോയിനിൽ എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നിരുന്നാൽ പോലും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് ഹീലിയം എന്ന് പറയുന്ന ആ ഒരു അഡാർ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം.